മറ്റൊരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയാവുന്ന ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു പദം കൂടി നമ്മൾ ശരിക്ക് അടിവരയിട്ട് മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി കമാ ഉൻസിലത് കാനത് ലഹു നൂറൻ യൗമൽ ഖിയാമ. എന്താണ് ആ ഹദീസിന്റെ താല്പര്യം? ആരെങ്കിലും അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്താൽ, എപ്പോൾ എന്ന് പറഞ്ഞിട്ടില്ല, കാലം പറഞ്ഞിട്ടില്ല, വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞിട്ടില്ല. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി, ആരെങ്കിലും അൽ കഹ്ഫ് പാരായണം ചെയ്താൽ, കമാ ഉൻസിലത്ത്, അത് ഇറക്കപ്പെട്ടതുപോലെ പാരായണം ചെയ്താൽ. എന്താ അങ്ങനെ പറഞ്ഞാൽ? അവിടെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഇറക്കപ്പെട്ടതുപോലെ പാരായണം ചെയ്യാന്ന് പറഞ്ഞാൽ എന്തിനാ ഖുർആൻ അല്ലാഹ് ഇറക്കിയത്? അത് ചിന്തിക്കാനാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദ്ദബ്ബറു ആയാതിഹി, ഈ വേദഗ്രന്ഥം താങ്കളിലേക്ക് നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ളത് ലിയദ്ദബ്ബറു ആയാതിഹി, അത് വായിച്ച് പുണ്യം നേടാൻ വേണ്ടി മാത്രം അല്ല ഖുർആൻ പറഞ്ഞത്. ലിയദ്ദബ്ബറു ആയാതിഹി, നമ്മൾ മനഃപ്പാടമാക്കി വെക്കേണ്ടുന്ന പല ആയത്തുകളിൽ ഒരു ആയത്താണ്. അത് നമ്മളെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന ആയത്താണ്. എന്താ അല്ലാഹ് പറയുന്നത്? കിതാബുൻ, ഈ വേദഗ്രന്ഥം, അൻസൽനാഹു ഇലൈക, താങ്കളിലേക്ക് നാം അവതരിപ്പിച്ച് തന്നിട്ടുള്ളത്, മുബാറക്കുൻ, ഇത് ബർക്കത്തുള്ള അനുഗ്രഹത്തിന്റെ കേദാരമാണ്. അനുഗ്രഹങ്ങൾ തിങ്ങി നിറഞ്ഞു പൂത്തുലഞ്ഞു നിൽക്കുന്ന കിതാബാണിത്. എന്തിന്? ലിയദ്ദബ്ബറു ആയാതിഹി. അല്ലെങ്കിൽ എന്താ പറയേണ്ടത്? ലിയഖറഉ ആയാതിഹി എന്നാ പറയേണ്ടത്. അവരതിലെ ആയത്ത് ഓതാൻ വേണ്ടി എന്നല്ല അല്ലാഹ് പറയുന്നത്, ലിയദ്ദബ്ബറു ആയാതിഹി. ഇതിലെ ആയത്തുകൾ അവർ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്. അതാലോചിക്കാത്തവരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, അവരെന്താണ് ഖുർആനിനെ കുറിച്ച് ചിന്തിക്കാത്തത്? അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവരുടെ ഹൃദയങ്ങൾക്കൊക്കെ ചിന്തിക്കാതിരിക്കാൻ മാത്രം താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? സുബ്ഹാനല്ലാഹ്, എന്താ അതൊരു ചോദ്യം? ആവർത്തിച്ച് നമ്മളോട് ചോദിക്കണ്ടേ? നമ്മൾ ഈ ആയുഷ്കാലത്തിനിടയ്ക്ക് ഇന്ന് വരെ ഖുർആനിനെ കുറിച്ച് ഒരായത്ത് ചിന്തിക്കാൻ നമുക്ക് തയ്യാറായിട്ടില്ലെങ്കിൽ അള്ളാന്റെ ചോദ്യമാണിത്. എന്താ അവർ ഖുർആൻ ചിന്തിക്കാൻ? എന്താ അവർക്ക് തടസ്സം? പഠിക്കാൻ ചാൻസ് ഇല്ലേ? അർത്ഥം കേൾക്കാൻ ചാൻസ് ഇല്ലേ? പഠിക്കാൻ ചാൻസ് ഇല്ലേ? ആശയം പഠിക്കുന്നില്ലേ? എന്താ അതോർത്ത് ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയത്തിലേക്ക് ചിന്തിക്കൂലെന്നൊരു പിടിവാശിയാണോ? അങ്ങനെയാണ് കാഫിറുകളെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത്. വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറാ, നാം അവരുടെ ഹൃദയങ്ങൾക്കൊക്കെ ഒരു മൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്, ഒരു ടോപ്പ് ഇട്ടിരിക്കുന്നു അവരുടെ ഹൃദയങ്ങൾക്ക്. അതുകൊണ്ട് അതിൽ ആയത്തുകളെ കുറിച്ച് അവർ മനസ്സിലാക്കുകയേ ചെയ്യൂല. കേൾക്കാൻ തന്നെ താല്പര്യം ഉണ്ടാവില്ല. കേൾക്കുമ്പോഴേക്ക് കോട്ടാവി വന്ന് അത് മടുപ്പ് തോന്നി അത് നിർത്തിവെക്കും. കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല, പാരായണം ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്കൊക്കെ വരുന്നൊരു ദുരന്തമാണത്. റമളാനായപ്പോൾ കുറച്ചൊക്കെ ഒരു പാരായണവും ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മൾ ടേബിളിൽ അല്ലെങ്കിൽ ഷെൽഫിൽ ഈ സാധനം ഇങ്ങനെ സ്ഥിരമായി റെസ്റ്റ് കിടക്കും. ഈ ഖുർആൻ എപ്പോഴെങ്കിലും ഒന്നെടുത്തെങ്കിലായി, അതവിടെ ഇരിക്കുന്നുണ്ടാവും, മൈൻഡ് ചെയ്യൂല. നമുക്ക് സമയമില്ല. എന്നാൽ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സമയമുണ്ട്, പക്ഷെ ഇതിന് മാത്രമേ നമുക്ക് സമയമില്ല എന്ന് ശൈത്താൻ തോന്നിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ അതിൽ പെടാൻ പാടില്ല. അപ്പൊ ഇത് ഇറങ്ങിയതുപോലെ ആരെങ്കിലും പാരായണം ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അക്ഷരാർത്ഥത്തിൽ അതിനെ പഠിച്ച് ചിന്തിച്ച് അർത്ഥം ഗ്രഹിച്ചു മനസ്സിലാക്കി ഇതൊരാൾ പാരായണം ചെയ്താൽ കാനത്ത് ലഹു നൂറൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അതവന് പ്രകാശമായിരിക്കും എന്നാണ്. ഖിയാമത്ത് നാൾ വരെ അത് പ്രകാശമായിരിക്കും. ഈ ഹദീസില് എന്ത് പറഞ്ഞില്ല? ദിവസം പറഞ്ഞില്ല. എന്നാൽ വേറെ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്ത്? ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ആരെങ്കിലും അൽ കഹ്ഫ് പാരായണം ചെയ്താൽ, അളാഅ ലഹു മിനൻ നൂരി മാ ബൈനഹു വ ബൈനൽ ബൈത്തിൽ അതീഖ്, അവന്റെയും മക്കായുടെയും കഅബക്കും ഇടയിൽ പരന്നു കിടക്കുന്ന നീണ്ടു കിടക്കുന്ന ഒരു പ്രകാശം അവന് നൽകപ്പെടും. പ്രകാശത്തിന്റെ നീളം അവിടെ പറഞ്ഞു.
നീണ്ടുകിടക്കുന്നൊരു പ്രകാശം അവന് നൽകപ്പെടും. വിശുദ്ധമായ കഅബയോടും മക്കയോടുമൊക്കെ അവന് മാനസികമായിട്ട് ഒരു വല്ലാത്ത ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്ന, എപ്പോഴും ആ കഅബയോട്, മക്ക രാജ്യത്തോട്, അതിൽ നിന്ന് മുളപൊട്ടിയ തൗഹീദിന്റെ ആദർശത്തോട് എൻ്റെ മനസ്സിലെപ്പോഴും ഒരു വല്ലാത്തൊരു പ്രകാശത്തിൻ്റെ ഒരു പ്രത്യേകമായ ധാര നീണ്ടുകിടക്കും. ഇനി വേറെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ്? ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്താൽ ലൈലത്തുൽ ജുമുഅ എന്നും കാണാൻ സാധിക്കും. അതായത് വെള്ളിയാഴ്ച രാവിൽ ആരെങ്കിലും പാരായണം ചെയ്താൽ അങ്ങനെയുള്ള റിപ്പോർട്ടുകളും നമുക്ക് കാണാൻ സാധിക്കും. ഇനിയും മറ്റൊരു ഹദീസിലുള്ളത് മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ അദാഅ ലഹു മിനൻ നൂരി മാ ബൈനഹു വ ബൈനൽ ജുമുഅതൈനി. ആരെങ്കിലും അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്താൽ വെള്ളിയാഴ്ച ദിവസം അദാഅ ലഹു മിനൻ നൂരി, പ്രകാശത്തിൽ നിന്ന് അവന് നൽകപ്പെടും. നൂറ് കൊണ്ട് അവന് നൽകും, അല്ലാഹു പ്രകാശം കൊടുക്കും. മാ ബൈനഹു വ ബൈനൽ ജുമുഅതൈനി, അവന്റെ ഈ രണ്ട് ജുമുഅക്കും ഇടയിലുള്ള ദിവസങ്ങളിൽ ഒരാഴ്ചത്തേക്കുള്ള നൂറാണിത്. വെള്ളിയാഴ്ച അൽ കഹ്ഫ് പാരായണം ചെയ്യൽ ഒരാഴ്ചത്തേക്ക് 7 ദിവസത്തേക്കുള്ള നമുക്കുള്ള റീചാർജിങ് ആണ്. പ്രകാശം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇത് നൂറാണ്, നൂറുള്ള. ഇതിവിടെ കിട്ടിയാലാണ് പരലോകത്ത് ആ പ്രകാശം നമുക്ക് കിട്ടുക. നമുക്ക് സിറാത്തിലൂടെ പോകാൻ പ്രകാശം വേണം. ആ ലൈറ്റ് അണഞ്ഞു പോകുന്നത് പേടിച്ചിട്ട് മോമിനീങ്ങൾ സിറാത്തിന്റെ അടുത്ത് എത്തുമ്പോൾ തന്നെ, നമ്മൾ റമദാനിലെ ക്ലാസ്സിൽ, അജ്മാനിൽ ക്ലാസ്സിൽ കേട്ടവർക്ക് ഓർമ്മ ഉണ്ടാകും, ആ ആയത്ത് നമ്മളൊന്ന് വിശദീകരിച്ചിരുന്നു. മോമിനീങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കുതിച്ചു വായാണ് പ്രകാശം. ആ അവസരത്തിലാണ് മുനാഫിക്കുകളുടെ പ്രകാശം കെട്ടുപോയത്. അവരുടെ പ്രകാശം കെട്ടുപോകുന്ന കാഴ്ച ഞെട്ടലോടെ മോമിനീങ്ങൾ കാണുമ്പോൾ അവർ ദുആർക്കുന്നൊരു ദുആ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ അത്മിം ലനാ നൂറനാ, റബ്ബേ ഞങ്ങളുടെ ലൈറ്റ് കെട്ടുപോകരുതേ, ഞങ്ങളുടെ പ്രകാശം നല്ല പൂർണ്ണമാക്കി നീ ഞങ്ങൾക്ക് തരേണേ. മോമിനീങ്ങളുടെ പ്രാർത്ഥനയാണ്. അപ്പൊ ഇത് പ്രകാശമാണ്. വെള്ളിയാഴ്ച രാത്രിയിലുണ്ട്, രാവിലെ പകല്. അപ്പൊ അതുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു അൽ കഹ്ഫ് സൂറത്ത് പാരായണം ചെയ്യേണ്ടുന്ന സമയം നമ്മൾ പലരും ധരിച്ചു വെച്ചിട്ടുള്ളത് എന്താണ്? വെള്ളിയാഴ്ച പള്ളിക്ക് ചെന്നിട്ട് ജുമഅസ്കരിക്കണീന്റെ മുമ്പ് പാരായണം ചെയ്താലേ അത് ശരിയാവുള്ളൂ എന്നാണ്. അങ്ങനെയൊന്നുമില്ല. അങ്ങനെയും ആവാം. സൂര്യോദയം മുതൽ സൂര്യാസ്തമനം വരെ യൗമുൽ ജുമുഅയാണ്, അന്നത്തെ പകലാണ്. ആ സമയത്തിൽ എപ്പോഴും അതാ. ജുമുഅക്ക് മുമ്പ് പറ്റിയില്ലേ? അസർ വരെയുള്ള സമയത്ത് ചൊല്ലിക്കോളൂ. പറ്റിയില്ലേ? അസർ മുതൽ മഗ്രിബിനടക്കുള്ള സമയം വെള്ളിയാഴ്ച ദിവസം ഏറ്റവും പ്രാധാന്യമുള്ള സമയമാണ്. നമ്മളാണെങ്കിൽ തീരെ മൈൻഡ് ചെയ്യാത്ത നേരമാണ്. നമ്മളെ ധാരണ വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്നാണ്. വാസ്തവത്തിൽ ജുമുഅ ദിനത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈ കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചുകൊണ്ട് പറഞ്ഞത് യുഖല്ലിലുഹാനാണ്. അത് വളരെ കുറഞ്ഞേ ഉള്ളൂ എന്നാണ് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. അള്ളാന്റെ റസൂൽ ഇങ്ങനെ ആംഗ്യം കാണിച്ചു, കുറഞ്ഞ നേരേ ഉള്ളൂ. അത് ഏതാന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. ലൈലത്തുൽ ഖദ്ർ കാത്ത് പ്രതീക്ഷിക്കും പോലെ നമ്മൾ 10 ദിവസവും പ്രതീക്ഷിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ആ വെള്ളിയാഴ്ച പകല് മുഴുവൻ പ്രതീക്ഷിച്ചോളണം എന്നാണ്. എപ്പോഴാന്ന് പറഞ്ഞു തന്നില്ല. ആ സമയത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ അത് കിട്ടുന്നു, പക്ഷെ ഏതാന്നോട്ട് പറഞ്ഞു തന്നതുമില്ല. അപ്പൊ അത് ഓർമ്മണവർക്ക് കിട്ടൂല. അതിന് മെനക്കെട്ട് കാത്തിരുന്ന് അധ്വാനിക്കുന്നവർക്ക് തന്നെ അത് കിട്ടുള്ളൂ. 40 ചില്ലാൻ അഭിപ്രായങ്ങളാണ് ആ സമയം ഏതാണെന്ന് പറഞ്ഞിട്ടുള്ളത്. സമയാകത്രേ ഉള്ളൂ. പക്ഷെ പണ്ഡിത ലോകത്ത് ആ സമയം ഏതാന്നുള്ളതിനെ കുറിച്ച് ആ ഹദീസ് വിശദീകരിച്ചപ്പോൾ പണ്ഡിതന്മാർ 40-ലേറെ അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഇന്ന സമയമാണത്, ഇന്ന സമയമാണത്, ഇന്ന സമയമാണത് എന്നിങ്ങനെ. ഈ 40 അഭിപ്രായം വരാൻ കാരണം എന്താ? അള്ളാന്റെ റസൂല് ഖണ്ഡിതമായിട്ട് ഒന്നും നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് പണ്ഡിത ലോകം ഊഹിച്ചു പലതും പറഞ്ഞു. അതിൽ റാജിഹായ, പ്രബലമായ 2 അഭിപ്രായങ്ങൾ എല്ലാവരും ഐക്യകണ്ഠേന പറഞ്ഞിട്ടുണ്ട്. 2 സമയം എല്ലാവരും പറയുന്നുണ്ട്. ഒന്ന്, ഖതീബ് മിമ്പറിൽ കയറി നിസ്കാരം അവസാനിക്കുന്നതിൻ്റെ ഇടക്കുള്ള സമയമാണ്. അതാണ് ഒരഭിപ്രായം. ഖുത്ബ ആരംഭിച്ച് നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുന്നതിനിടക്കുള്ള സമയത്തിൽ എപ്പോഴോ ആണ്. എപ്പോഴാന്ന് പറയാൻ പറ്റില്ല. അതിൽ തന്നെ എപ്പോഴാന്ന് അറിയില്ല, കുറഞ്ഞ സമയമേ ഉള്ളൂ. രണ്ടാമത്തെ അഭിപ്രായമാണ് ഈ കേട്ടതെന്ത്?
അസർ മുതൽ മഗ്രിബ് വരേക്കുള്ള സമയമാണ്. 40-ൽ ചില്ലാൻ അഭിപ്രായങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത് പ്രമാണങ്ങളോട് കൂടുതൽ യുക്തമായ നിലക്ക് പണ്ഡിത ലോകം പറഞ്ഞ 2 നേരാണ്. നമ്മൾ ആരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? വെള്ളിയാഴ്ച ജുമാ വിരിഞ്ഞാൽ കഴിഞ്ഞു. നേരെമറിച്ച് അസറിന്റെ ശേഷം മുൻഗാമികളായ ആളുകളൊക്കെ അസറിന്റെ ശേഷം പിന്നെ മഗ്രിബിന്റെ ഇടയ്ക്കുള്ള സമയം പള്ളികളിൽ പോയിട്ട് ഇരിക്കും എന്നാണ് വെള്ളിയാഴ്ച ദിവസം ദുആ ചെയ്തുകൊണ്ട്. ഇന്നിപ്പോ പള്ളികൾ അത്രയൊന്നും നേരത്തെ തുറന്നിടൂല. പക്ഷെ തുറക്കണ നേരം നമുക്കറിയാലോ, മഗ്രിബിന്റെ ഏതാണ്ട് ബാങ്ക് വിളിക്കുന്നതിന്റെ ഒരു 15 മിനിറ്റ് മുമ്പ് തുറക്കാത്ത പള്ളികളില്ല. നമ്മൾ ശ്രദ്ധിച്ചു പോകണം വെള്ളിയാഴ്ച ദിവസം. കാരണം ആ ദുആക്ക് ഇജാബത്തിന്റെ പ്രത്യേകത പറയുന്ന ഹദീസിലുള്ള ഒരു കാര്യം കൂടി അതിലുണ്ട്, ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിസ്കാരത്തിലായിരിക്കെ എന്ന് പറയുന്നുണ്ട് അവിടെ. അപ്പൊ നിസ്കാരത്തിലായിരിക്കെ എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നിസ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ അസർ മുതൽ മഗ്രിബ് വരെ കിടക്കുമ്പോൾ, ഒരാൾ നിസ്കാരത്തെ പ്രതീക്ഷിക്കുമ്പോൾ അവൻ വാസ്തവത്തിൽ ഏതിൽ തന്നെയാണ്? നിസ്കാരത്തിൽ തന്നെയാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ വേറെ ഹദീസിൽ നമ്മെ സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് കിട്ടും. ഇതെല്ലാ ആഴ്ചയുള്ള ഓഫറാണ്. അപ്പൊ നമ്മളത് അവഗണിക്കാൻ പാടില്ല. ഞാൻ പറയുന്നത്, ഇനിയിപ്പോൾ ഒരാൾക്ക് ജുമാക്ക് ഉള്ളിൽ തീർക്കാൻ പറ്റിയില്ലേ, അസറിന്റെ മുമ്പും പറ്റിയില്ലേ, എന്നാലും നിരാശപ്പെടണ്ട. ഖുറൂബാകുന്നതിന്റെ മുമ്പ്, വെള്ളിയാഴ്ച മഗ്രിബാകുന്നതിന്റെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? അത് ഓതി തീർക്കുക, പ്രാർത്ഥിക്കുക. അത് വീട്ടിൽ പെണ്ണുങ്ങൾക്കൊക്കെ എല്ലാവർക്കും ബാധകമാണ്. വെള്ളിയാഴ്ച ദിവസം അശ്രദ്ധാവരുത്. നമുക്ക് ചോദിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഓഫർ കിട്ടുന്നൊരു വെള്ളിയാഴ്ചത്തെ ഒരു ദിവസമാണ്. ആ സമയം ഏതാണ് പറഞ്ഞു തന്നിട്ടുമില്ല. അത് നമ്മളൊക്കെ മനസ്സിൽ വേണം.